കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡൽഹിയിൽ വളരെ വലിയ സംഘർഷമാണ്. ന്യൂഡൽഹി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP സംഘടിപ്പിച്ച ചലോ സൻസദ് മാർച്ചാണ് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചത്. ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രാജ്യതലത്തിൽ തന്നെ വലിയ ചർച്ചയുണ്ടായി. അത് തന്നെ വലിയ പ്രശ്നമുണ്ടായി. പലരും അവിടെ പ്രതിഷേധത്തിൽ നിൽക്കുന്നു. അങ്ങനെയൊക്കെ പല 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 പ്രശ്നങ്ങൾ അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു. പക്ഷേ ഇതിനകത്ത് CJPയുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണെന്നുള്ളതാണ്. പക്ഷേ ഇത് ഇങ്ങനൊരു ആരോപണം സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യം തന്നെയാണ്. കാര്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് തന്നെ അറിയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏക പരീക്ഷ എന്ന് പറയുന്നത് നീറ്റ് തന്നെ. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏക പ്രവേശന പരീക്ഷ നീറ്റാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ഇപ്പോൾ നമുക്ക് ആ നീറ്റ് പോലെ തന്നെയാണ് ഈ മെയിനും അഡ്വാൻസ്ഡ് IIT എക്സാമും. പക്ഷെ IAS എക്സാം അങ്ങനെ പല പല നാഷണൽ എക്സാംസ് ഇവിടെ നടക്കുന്നു. പക്ഷെ അതിനൊന്നും ഇത്രയധികം പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ടാണ് ഈ നീറ്റിന് മാത്രം ഇതിനകത്ത് ചോദ്യപേപ്പർ ചോരുന്നു, പരീക്ഷ മാഫിയ വരുന്നു, മാർക്ക് ക്രമക്കേട് ഉണ്ടാക്കുന്നു, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വരുന്നു. അപ്പം അത് തീർച്ചയായും അങ്ങനെ ഒരു അഴിമതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നപ്പം ആദ്യത്തെ പരീക്ഷ റദ്ദ് ചെയ്യാനുള്ള കാരണം ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പ്രധാനി രാജിവെക്കാമായിരുന്നു. പക്ഷെ അന്ന് വെച്ചില്ല അദ്ദേഹം. അതുകൂടാതെ തന്നെ അന്ന് ഈ പ്രക്ഷോഭങ്ങൾ വേണമെങ്കിൽ അന്ന് ഇത്രയധികം പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇത്രയധികം നീണ്ടുപോകില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഈ പശ്ചിമേഷ്യൻ യുദ്ധം കാരണം നമുക്ക് ക്രൂഡ് ഓയിലിന് വില കൂടിയിരിക്കുന്നു. 100 പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യയും. അങ്ങനെയുള്ളൊരു സമയത്ത് പ്രധാനമന്ത്രിക്ക് 100 പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമാണിത്. ഈ സമയത്ത് ഈ നീറ്റിന്റെ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞു. പക്ഷെ ഇപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വിവാദം ഈ സമയത്ത് ഉണ്ടാക്കുന്നതിൽ ഞാൻ എന്താണേലും എതിര് തന്നെയാണ്. കാരണം ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയ സമയത്ത് തന്നെ ഇതിന് വലിയ രീതിയിൽ തന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാമായിരുന്നു. കാര്യം നമ്മുടെ രാജ്യത്തിന് പ്രക്ഷോഭം ഇപ്പം ശരിക്കും നോൺ വയലൻസ് ആയിരുന്നു അത്. അപ്പം ആ നോൺ വയലൻസ് ആയിട്ട് ഇപ്പം ജന്തർ മന്ദറിലായിരുന്നു ഈ പ്രതിഷേധം വന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് നല്ലൊരു പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ യുവാക്കളും ഈ നീറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്തവരും 10-20 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചതാണ് ആ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ്. അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാര്യം അത്രയധികം ഒരു കുട്ടി ആ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ പഠിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞാൽ പരീക്ഷ റദ്ദാക്കുക, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർന്നു പോവുക, അല്ലെങ്കിൽ അതിനകത്ത് പരീക്ഷ മാർക്കിൽ ക്രമക്കേട് ഉണ്ടാകുക, ഇതൊക്കെ ഒരു കുട്ടിയെയും ആ കുട്ടിയുടെ രക്ഷിതാവിനെയും സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അവരെ ബാധിക്കുന്നത്. കാര്യം ചിലരൊക്കെ ഈ ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനത്രമാത്രം പ്രാധാന്യം സർക്കാർ കൊടുക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഈ ആദ്യത്തെ പരീക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷയിൽ ഒരു ക്രമക്കേട് വന്നു എന്നറിഞ്ഞപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷെ അന്ന് രാജിവെച്ചുമില്ല. അന്ന് ഈ പ്രശ്നങ്ങൾ ഇത്രമധികം രൂക്ഷമായിട്ട് ഈ CJP കൊണ്ടുപോവുകയുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ബാക്കി ആരും ഈ പ്രക്ഷോഭത്തിന് ഇത്രയധികം എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അവിടെ ലാഗായി കിടന്നു. വീണ്ടും അടുത്ത നീറ്റ് പരീക്ഷയും കുട്ടികളെല്ലാവരും എഴുതി എല്ലാം കഴിഞ്ഞ് ഇപ്പം വേറൊരു സംഘർഷം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുൻപിൽ വളരെ റെസ്ട്രിക്റ്റഡ് ഒരു ഏരിയയാണ്. ആ ഏരിയയിലാണ് ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം പാർലമെന്റ് സമ്മേളന സമയത്ത് നിരോധനാജ്ഞയുണ്ട്, വലിയ പൊതുയോഗങ്ങൾക്ക് അവിടെ വിലക്കുണ്ട്, മാർച്ചുകൾക്ക് നിയന്ത്രണമുണ്ട്. പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് നീങ്ങുന്നത് പോലീസ് തടയുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഷളായി. ഇതിൽ CJPയും അതിനോടനുബന്ധിച്ച് അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇല്ല. അവർ സമാധാനമായിട്ടാണ് ഈ പ്രതിഷേധത്തിനെ നയിച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അവരും പോലീസിനെ കല്ലെറിയുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരും ഉണ്ടാക്കി. അതിന് റെസ്പോണ്ട് ചെയ്യുന്ന വണ്ണം തന്നെ പോലീസും അതിനനുസരിച്ചിട്ട് പല പല കാര്യങ്ങളും അവരെ മാറ്റുകയും ചെയ്തു. കാര്യം അതിന് കൂടാതെ ഇപ്പം ചാനലുകളിലൊക്കെ വരുന്നു ഡ്രോൺ പറത്തി എന്ന് പറഞ്ഞു. ഈ പാർലമെന്റിൽ
പാർലമെന്റിന്റെ മുകളിൽ കൂടെയൊന്നും ഡ്രോൺ പറത്താൻ വളരെ നിരോധനമാണ്, അവിടെയൊക്കെ വിലക്കാണ്. പക്ഷെ അവിടെ കൂടെ ആരൊക്കെയോ ഡ്രോൺ പറത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയുടെ വീടിന് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണമെങ്കിൽ അന്നേ രാജിവെക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് വെക്കാതിരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഈ പ്രതിഷേധക്കാർക്ക് CJPക്ക് അന്ന് പ്രതിഷേധം ചെയ്യാമായിരുന്നു. അന്ന് ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടുള്ളൂ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് അത്രയും. അടുത്ത നീറ്റ് പരീക്ഷ കഴിഞ്ഞു, അടുത്തതിനകത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് വലിയൊരു സംഭവ വികാസമായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവണില്ല. തീർച്ചയായിട്ടും ഇത് വേറൊരു വിവാദത്തിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രക്ഷോഭം വരുന്നത്. പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റമാണ് അവിടെ തകരാറായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിൽ എന്താണ് ഒരു പാളിച്ച വന്നത്? ബാക്കി ഇവിടെ ഇന്റർനാഷണൽ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പം IASന്റെ എക്സാം വരുന്നുണ്ട്, JEE മെയിൻ അഡ്വാൻസ്ഡ് വരുന്നുണ്ട്, IIT ലെവലിലുള്ള എക്സാമും വരുന്നുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. അതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ എക്സാം എല്ലാം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ. പിന്നെ നീറ്റ് പരീക്ഷയ്ക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രശ്നം ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരെ വേണമെന്ന് വിചാരിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് അന്ന് തന്നെ അത് സോൾവ് ചെയ്യേണ്ട കാര്യമായിരുന്നു. എന്നാൽ അടുത്ത പരീക്ഷയെങ്കിലും കുട്ടികൾക്ക് മര്യാദയ്ക്ക് അത് എഴുതാമായിരുന്നു. ഇത് കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കൂടുകയും അവരിൽ പലരും ആത്മഹത്യ ചെയ്യും. ഇതിനിടയിൽ ഞാൻ പത്രങ്ങളിൽ കണ്ടതാണ്, ഒരു കുട്ടി 2 മിനിറ്റ് എന്തോ താമസിച്ച് വന്നപ്പോഴത്തേക്ക് ആ കുട്ടിയെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നീറ്റിനോടനുബന്ധിച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിക്കും അത് ആ തുടക്കത്തിൽ തന്നെ ഇപ്പം പറയൂലേ, നമ്മൾ സൂചി കൊണ്ടെടുക്കുന്ന കാര്യം അവസാനം തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരവസ്ഥയായി എന്ന് പറയുന്ന പോലെയായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്. കാര്യം ഇത് അന്നേ പരിഹരിക്കേണ്ട പ്രശ്നമായിരുന്നു. ഇത് അന്ന് പരിഹരിക്കാതിരുന്ന് അത് വളരെ സില്ലി ആയിട്ട് കണ്ട് കുട്ടികളുടെ ഈ സമ്മർദ്ദവും രക്ഷിതാക്കളുടെ ഈ വേദനയും ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് ഇത്രയധികം ലാഗാക്കി ഇത് കൊണ്ടുപോയി. ഇതിപ്പം ബാക്കിയുള്ളവരും CJPക്കാരും കുറേ യുവാക്കളും, ആ യുവാക്കളുടെ ഇടയിൽ തന്നെ കുറേ അക്രമാസക്തരും കുറേ ക്രിമിനൽസും ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനുകൂടാതെ ഈ കർഷക സമരം എന്ന് വെച്ചാൽ അവർ എന്തോ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ട് എന്തോ ഒരു വ്യാപാര കരാർ വെച്ചു, ആ കരാർ നടപ്പിലാക്കരുത്. ഇതൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും വന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ CJPക്കാരുടെ കൂട്ടത്തിൽ പ്രതിഷേധത്തിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഒരേ ഒരു കാര്യമൊന്നുമല്ല, നീറ്റിന് വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ല ഈ വന്നിരിക്കുന്ന പല കാര്യങ്ങൾക്ക് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മൊത്തത്തിലൊരു പ്രതിഷേധം. അത് പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം നടത്തുക. അത് പക്ഷെ മൊത്തം ഈ നീറ്റ് എന്നുള്ള ഒരു നീറ്റിൻ്റെ എതിരെയെന്ന്. പക്ഷെ അതിൽ കുറേ പേരെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചോദിച്ചപ്പോൾ അവർ പലരും ക്രിമിനൽസാണ്, ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നവരാണ് പലരും വന്നിരിക്കുന്നത്. അങ്ങനെ ഉള്ള യുവാക്കൾ, ഇത് അവർ പറയുന്നത് ജെൻസി വിപ്ലവമാണ്. ഇത് നേപ്പാളിൽ യുവാക്കളൊക്കെ പ്രക്ഷോഭം നടത്തിയില്ലേ, അപ്പം അതിൻ്റെ ഒരു അതേപോലെ തന്നെ ഞങ്ങളൊരു പ്രക്ഷോഭം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു സീരിയസ് ആയിട്ട് ഇവർ ചുമ്മാ നടത്തുന്ന ഒരു പ്രക്ഷോഭം പോലെ. അല്ലാതെ അത്രയധികം സീരിയസ് ആയിട്ട് ഈ നീറ്റ് പരീക്ഷ എഴുതിയവരോടുള്ള വേദനയോ അല്ലെങ്കിൽ ആ കുട്ടികളോട് രക്ഷിതാക്കളോടുള്ള ഒരു അടുപ്പത്തിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭം നടത്തുന്നതെങ്കിൽ ഇവർക്ക് നേരത്തെ നടത്താമായിരുന്നു, അല്ലേ? ഇപ്പം ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ പാർലമെന്റിന് മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇന്ത്യ ഉറ്റുനോക്കുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയാണ്, ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം എടുത്തിടാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും നീറ്റ് എഴുതിയ കുട്ടികളോടും രക്ഷിതാക്കളോടും കൂടി തന്നെ ആണ് ഞാൻ അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവർ ആദ്യമേ ഈ കുട്ടികൾക്ക് ഇത്രയധികം മാനസിക സമ്മർദ്ദം വരുത്തുന്ന ഒരു കാര്യങ്ങൾക്ക് അന്ന് തന്നെ ഇതിന് പ്രക്ഷോഭം നടത്തുകയും ഈ നീറ്റ് പരീക്ഷയുടെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മറ്റു പരീക്ഷകളെ പോലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ പത്രങ്ങളിലും ഒക്കെ കോൺഗ്രസ്സുകാർ വന്ന് പ്രതിഷേധിക്കുന്നു, മറ്റു പലരും വന്ന് പ്രതിഷേധിക്കുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുറേ സെലിബ്രിറ്റീസ് വരുന്നു. ഇതിലൊന്നും ഒരു കഴമ്പുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചുമ്മാ ഒരു പ്രക്ഷോഭം നടത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കാര്യം ശരിക്കും നീറ്റ് എഴുതിയ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അവർ നേരത്തെ ഇത് നടത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.